Hello everyone, welcome back to Silent Learning. Agila Miss ആണ്. So നമ്മുടെ ഈ മാറ്റർ അറൗണ്ട് എ സ്ഫിയർ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ അകത്തുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു മിക്സ്ചറിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഹോമോജീനിയസ് ആൻഡ് ഹെറ്ററോജീനിയസ് മിക്സ്ചേഴ്സ് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മറ്റൊരു ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള സൊല്യൂഷൻ, കൊളോയിഡ് ആൻഡ് സസ്പെൻഷൻ. അതിനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ് നമ്മുടെ സൊല്യൂഷൻ. സോ അതിന്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളും നമുക്ക് നോക്കാം അല്ലേ? ഒരു സൊല്യൂഷൻ എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം, നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യാറുണ്ട്. ഒരു എക്സാമ്പിൾ, ഒരു ഗ്ലാസ്സിൽ നമ്മൾ വാട്ടർ എടുക്കുന്നു, അതിലേക്ക് നമ്മൾ സോൾട്ട് ആഡ് ചെയ്യുന്നു, നന്നായിട്ട് നമ്മൾ സ്റ്റിർ ചെയ്യുന്നു, അത് എന്തായിട്ട് മാറി, അതൊരു സൊല്യൂഷൻ ആയിട്ട് മാറി അല്ലേ? ആ സൊല്യൂഷനിലേക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഈ ഒരു സ്പൂൺ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള നമ്മുടെ സോൾട്ടിന്റെ പാർട്ടിക്കിളിനെ നമുക്ക് കാണാൻ പറ്റുമോ? ഒരിക്കലും നമുക്ക് കാണാൻ പറ്റില്ല അല്ലെ? മാത്രമല്ല, ആ ഗ്ലാസ്സിൽ നിന്ന് നമ്മൾ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്, ആ സോൾട്ട് സൊല്യൂഷൻ നമ്മളെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഏത് സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും എന്തായിരിക്കും? യെസ്, ഒരേ ടേസ്റ്റ് ആയിരിക്കും നമുക്ക് തോന്നുന്നുണ്ടാവുക അല്ലെ? അതായത് ത്രൂ ഔട്ട് എന്താണ്, യൂണിഫോം കോമ്പോസിഷൻ ആണ് അല്ലെ? യൂണിഫോം കോമ്പോസിഷൻ ആണെങ്കിൽ മിക്സ്ചറിൽ അത് ഏത് കാറ്റഗറിയാണ്? നമുക്കറിയാം, അത് ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. സോ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ഇതാണ്, നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. 2 or more സബ്സ്റ്റൻസസ് ഉണ്ടായിരിക്കുന്ന ഒരു ഹോമോജീനിയസ് മിക്സ്ചർ ആണ് നമ്മുടെ സൊല്യൂഷൻ. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള സോൾട്ട് സൊല്യൂഷൻ, നമ്മുടെ ഷുഗർ സൊല്യൂഷൻ, നമ്മുടെ എന്താണ് ലെമണേഡ്, നമ്മുടെ സോഡ വാട്ടർ, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾസ് ആണ്? നമ്മളുടെ സൊല്യൂഷന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്ന സമയത്ത് അതിന് പ്രധാനമായിട്ടും 2 കമ്പോണൻസ് ഉണ്ട്. നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുന്നതാണ് അല്ലെ? സൊല്യൂട്ടും ഉണ്ട്, നമുക്ക് സോൾവെന്റും ഉണ്ട്. അപ്പൊ എന്താണ് സൊല്യൂട്ട്, എന്താണ് സോൾവെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ഓർത്തു വെക്കാം. നമ്മുടെ സൊല്യൂഷന്റെ അകത്തുള്ള മൈനർ കമ്പോണന്റ്, അതായത് കുറച്ച് മാത്രം നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു കമ്പോണന്റ് ഉണ്ടായിരിക്കില്ലേ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അതിനെയാണ് നമ്മൾ സൊല്യൂട്ട് എന്ന് നമ്മൾ വിളിക്കുന്നത്. എന്നാൽ കൂടിയ എമൗണ്ട് അല്ലെ, മേജർ എമൗണ്ടിലുള്ള ആളുണ്ടാവില്ലേ, ക്വാണ്ടിറ്റിയുള്ള ആളുണ്ടാവില്ലേ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സോൾവെന്റ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇവിടെ വരയ്ക്കുകയാണ്. നമുക്കിപ്പോൾ എന്താണ്, നമ്മൾ നേരത്തെ ആഡ് ചെയ്തിട്ടുള്ള സോൾട്ട് സൊല്യൂഷനെ പറ്റി ചിന്തിക്കുക നിങ്ങൾ. അപ്പൊ ഞാനൊരു ബീക്കർ എടുത്തു, അതിനകത്തേക്ക് ഞാൻ എന്തെടുത്തു? നമ്മുടെ വാട്ടർ ആഡ് ചെയ്തു അല്ലെ? നമ്മളെ വാട്ടർ ആഡ് ചെയ്തു. ആ വാട്ടറിലേക്ക് ഞാൻ എന്ത് ചേർക്കുകയാണ് ചെയ്യുക? എന്താണ് ഞാൻ ആഡ് ചെയ്യുന്നത്? സോൾട്ട് സൊല്യൂഷൻ ആണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? 1 or 2 സ്പൂൺ എന്ത് ആഡ് ചെയ്യും? നമ്മളുടെ സോൾട്ട് ആഡ് ചെയ്യും അല്ലെ? അപ്പൊ സോൾട്ട് നമ്മുടെ വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നമ്മുടെ സോൾട്ട് സൊല്യൂഷൻ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇവിടെ കുറഞ്ഞ എമൗണ്ട്, മൈനർ കമ്പോണന്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ആരാണ് ഇവിടുത്തെ മൈനർ കമ്പോണന്റ് എന്ന് പറയുന്നത്? അത് നമ്മുടെ സോൾട്ട് ആണ്. സോ നമുക്ക് പറയാം, സോൾട്ട് ആണ് ഇവിടുത്തെ എന്ത്? സൊല്യൂട്ട് എന്ന് പറയുന്നത്. ഇവിടെ മേജർ കമ്പോണന്റ്, കൂടിയ അളവിൽ അല്ലെ, കൂടിയ ക്വാണ്ടിറ്റിയിലുള്ളത് നമ്മുടെ വാട്ടർ ആണ്. സോ നമുക്ക് പറയാം, വാട്ടർ ആണ് ഇവിടുത്തെ എന്ത്? സോൾവെന്റ് എന്ന് പറയുന്നത്. അപ്പൊ സൊല്യൂട്ട് സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് കിട്ടുന്നതാണ് എന്ത്? നമുക്ക് ഇവിടെ എഴുതാം അല്ലെ? സൊല്യൂട്ട് എന്ത് ചെയ്യുന്നു? നമ്മളുടെ സോൾവെന്റില് ഡിസോൾവ് ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? നമ്മുടെ ഓരോ സൊല്യൂഷനും അല്ലെ? സോൾട്ട് ആണെങ്കിൽ സോൾട്ട് ആണ് അവിടുത്തെ എന്ത്? സൊല്യൂട്ട് എന്ന് പറയുന്നത്. വാട്ടർ ആണ് അവിടുത്തെ എന്ത്? സോൾവെന്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഷുഗർ സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കുക അല്ലെ, കൂടിയ എമൗണ്ട് എന്താണ്? വാട്ടർ ആണ്. സോ വാട്ടർ ആയിരിക്കും അവിടുത്തെ എന്ത്? സോൾവെന്റ് എന്ന് പറയുന്നത്. കുറഞ്ഞ എമൗണ്ട് നമ്മൾ ആഡ് ചെയ്യുന്ന മൈനർ കമ്പോണന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഷുഗർ ആയിരിക്കും. സോ ഷുഗർ ആയിരിക്കും അവിടുത്തെ എന്ത്? സൊല്യൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ പേര് തന്നെ നമുക്ക് ഉണ്ട് അല്ലെ? ഇതിനകത്തെ ചെറിയ ആളാരാണ്? സൊല്യൂട്ടും സോൾവെന്റും ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ നിങ്ങൾ. കുറഞ്ഞ ആളാരാണ്? സൊല്യൂട്ടാണ് അല്ലെ? ആ ഒരു സൈസ് നോക്കിയേ, സൈസ് കുറവല്ലേ സൊല്യൂട്ട് എന്ന് എഴുതുന്ന സമയത്ത്? അപ്പൊ അങ്ങനെ ആലോചിക്കുക, നമ്മുടെ മൈനർ കമ്പോണന്റ് ആണ് എന്ത്? സൊല്യൂട്ട് എന്ന് പറയുന്നത്. മേജർ കമ്പോണന്റ് കുറച്ച് വലിയ സൈസ് ഉണ്ട് അല്ലെ? സൊല്യൂട്ടിനേക്കാൾ സ്പേസ് വേണം ആർക്ക്? സോൾവെന്റ് എന്ന് നമുക്ക് എഴുതണമെങ്കിൽ അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെ ഓർത്ത് വെക്കുക നമുക്ക്. മേജർ കമ്പോണന്റ് ആണ് എന്ത്? നമ്മുടെ സോൾവെന്റ് എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ സൊല്യൂഷൻ എന്ന് പറയുന്ന സമയത്ത് അതിന് എന്തുണ്ട്? ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെയാണ് അല്ലെ? ഒരു സൊല്യൂട്ടും ഉണ്ടായിരിക്കും, ഒരു സോൾവെന്റും ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാനാണെങ്കിൽ എങ്ങനെ പറയാം? ദ കമ്പോണന്റ് പ്രസന്റ് ഇൻ ലാർജർ എമൗണ്ട്, അതായിരിക്കും ആര്? നമ്മളുടെ സോൾവെന്റ് എന്ന് പറയുന്നത്. അതുപോലെ എന്താണ്? ലെസ്സർ ക്വാണ്ടിറ്റിയിലുള്ള ആളായിരിക്കും എന്ത്? നമ്മളുടെ സൊല്യൂട്ട് എന്ന് പറയുന്നത് അല്ലെ? അത് നമ്മുടെ സോൾവെന്റിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ആളാണ് ആര്? നമ്മളുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് സൊല്യൂഷൻസും അതിനകത്തുള്ള സൊല്യൂട്ടും സോൾവെന്റും എന്ത് ചെയ്യാം? ഒന്ന് പരിചയപ്പെടാം അല്ലെ? ഫസ്റ്റ് നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള ഷുഗർ ഇൻ വാട്ടർ ഒരു മിക്സ്ചർ ആണെന്ന് നമുക്കറിയാം. ഹോമോജീനിയസ് മിക്സ്ചർ ആണ് സൊല്യൂഷൻസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? സോ അതിനകത്ത് ഷുഗർ ആണ് നമ്മളുടെ എന്ത്? സൊല്യൂട്ട് എന്ന് പറയുന്നത്.
വാട്ടർ ആണ് എന്ത് സോൾവെന്റ് എന്ന് പറയുന്നത്. അടുത്തത് ടിങ്ചർ ഓഫ് അയോഡിൻ അല്ലെ. ടിങ്ചർ ഓഫ് അയോഡിൻ എന്താണ്? നമ്മുടെ അയോഡിൻ എന്ന് പറയുന്നത് അതെന്താണ്? സോളിഡ് ആയിട്ടുള്ള ഒരാളാണ്. അതിനെ എന്തിൽ ഡിസോൾവ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ആൽക്കഹോളിൽ ഡിസോൾവ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ, ആൽക്കഹോൾ എന്ന് പറയുന്ന സമയത്ത് ഒരു ലിക്വിഡ് ആണ് അല്ലെ, വാട്ടറിന് പകരം നമ്മളിവിടെ എന്താണ്? ആൽക്കഹോൾ ആണ്. അപ്പൊ അയോഡിൻ ആൽക്കഹോളിൽ മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആളാണ് ഈ പറയുന്ന ടിങ്ചർ ഓഫ് അയോഡിൻ എന്ന് പറയുന്നത്. സോ അവിടെ കുറഞ്ഞ എമൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? അയോഡിൻ ആണ്. അതുകൊണ്ട് അതായിരിക്കും അവിടുത്തെ സൊല്യൂട്ട് എന്ന് പറയുന്നത്. കൂടിയ എമൗണ്ട് എന്ന് പറയുന്നത് ഇവിടെ ആൽക്കഹോൾ ആയതുകൊണ്ട് തന്നെ സോൾവെന്റ് എന്തായിരിക്കും? യെസ്, നമ്മളുടെ ആൽക്കഹോൾ ആയിരിക്കും. ക്ലിയർ? നെക്സ്റ്റ് എന്താണ്? എയറേറ്റഡ് ഡ്രിങ്ക്സ് അല്ലെ. എന്താ എയറേറ്റഡ് ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോഡ വാട്ടർ ആലോചിക്കുക. സോഡ വാട്ടർ എന്താണ്? ഒരു സൊല്യൂഷൻ ആണ്. നിങ്ങൾ ആലോചിച്ചേ, സോഡ വാട്ടറിന്റെ ഒന്ന് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കുറേ ബബിൾസ് എന്ത് ചെയ്യുന്നത് കാണാം? പുറത്തേക്ക് വരുന്നത് കാണാം. എങ്ങനെയാ ബബിൾസ് പുറത്ത് വരുന്നത്? അല്ലെങ്കിൽ എന്തെന്നാണ് ഈ ബബിൾസ് എന്ന് പറയുന്നത്? എയർ ബബിൾസ് ആണ് അല്ലെ. അപ്പൊ ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള ആളുകളാണ്. അപ്പൊ നമ്മുടെ ഗ്യാസിനെ നമ്മളെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിനെ, നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ ആണ് എന്ത്? നമ്മളുടെ സോഡ വാട്ടർ എന്ന് പറയുന്നത്. അപ്പൊ വാട്ടർ ആണ് അവിടെ മേജർ കമ്പോണന്റ് എന്ന് പറയുന്നത്. സോ വാട്ടർ ആണ് അവിടുത്തെ സോൾവെന്റ്. എന്നാൽ അതിനകത്ത് ഡിസോൾവ് ചെയ്യിപ്പിക്കുന്ന നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ഗ്യാസ് ആണ്. അതാണ് അവിടുത്തെ എന്ത്? സൊല്യൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഓർത്ത് വെക്കേണ്ടതുണ്ട്, സൊല്യൂട്ട് എന്നോ അല്ലെങ്കിൽ സോൾവെന്റ് എന്നോ പറയുന്ന സമയത്ത് അത് എപ്പോഴും എന്താണ്? ഇന്ന സ്റ്റേറ്റ് തന്നെ ആവണം. അല്ലെങ്കിൽ ഒന്നെങ്കിൽ എന്താണ് നമ്മളുടെ സോളിഡ് സ്റ്റേറ്റ് ആവണം, അല്ലെങ്കിൽ ലിക്വിഡ് സ്റ്റേറ്റ് തന്നെ ആവണം, അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റേറ്റ് തന്നെ ആവണം. അങ്ങനെയൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്? വിചാരിച്ചു വെക്കരുത് അല്ലെ. ഫിസിക്കൽ സ്റ്റേറ്റ് ഒക്കെ ഏത് വേണമെങ്കിലും ആവാം. അപ്പൊ ഓർത്ത് വെക്കുക, മേജർ കമ്പോണന്റ് ആണ് എന്ത്? നമ്മളുടെ സോൾവെന്റ്. അതിലേക്ക് ആഡ് ചെയ്യുന്ന മൈനർ കമ്പോണന്റ് ആണ് എന്ത്? നമ്മളുടെ സൊല്യൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴും ഇപ്പൊ നമ്മൾ ഷുഗർ സൊല്യൂഷനും സോൾട്ട് സൊല്യൂഷനും ഒക്കെ പറയുന്ന സമയത്ത് നമ്മൾ വിചാരിച്ചു വെക്കും സൊല്യൂട്ട് എപ്പോഴും എന്തായിരിക്കും? ഒരു സോളിഡ് ആയിരിക്കും. അങ്ങനെ ഒന്നുമില്ല. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് ഇത് നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കുക. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നമ്മുടെ സോഡ വാട്ടറിലുള്ള നമ്മളുടെ സൊല്യൂട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? എയർ അല്ലെ. എയർ നമുക്കറിയാം, എയർ ഒരു മിക്സ്ചർ ആണ്. പക്ഷെ ആ മിക്സ്ചറിന്റെ പ്രത്യേകത എന്താണ്? അതൊരു ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. കാരണം അതിനകത്ത് ഗ്യാസ് ആണ് അല്ലെ. മൊത്തം എന്താണ്? ഗ്യാസ് ആണ്. ഗ്യാസിൽ എന്ത് ചെയ്യാണ്? മിക്സ് ആക്കപ്പെടുകയാണ് ചെയ്യുന്നത്. പല ടൈപ്പിലുള്ള ഗ്യാസ്, നമ്മൾ ഓക്സിജൻ ആയാലും നൈട്രജൻ ആയാലും ഒക്കെ എവിടെ പ്രസന്റ് ആണ്? നമ്മളുടെ എയറിൽ അല്ലെ. അപ്പൊ എയർ എന്താണ്? ഒരു ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. അത് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. അതിൽ ചെറിയ കൺഫ്യൂഷൻ വരും. കാരണം നമ്മൾ ആലോചിക്കുക എന്താണ്? എയർ എന്ന് പറയുന്ന സമയത്ത് പലതരത്തിലുള്ള ഗ്യാസ് ഉണ്ടല്ലോ. അപ്പൊ അത് ഹെട്രോജീനസ് ആവില്ലേ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ വരും. അപ്പൊ ഒരിക്കലും അല്ല. എയർ എന്താണ്? എയർ ഹോമോജീനസ് മിക്സ്ചർ ആണ്. കാരണം എവിടെയുള്ള എയർ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അതിനകത്തുള്ള കമ്പോണന്റ് ഒക്കെ എന്ത് തന്നെയായിരിക്കും? നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഓക്സിജനും നൈട്രജനും അല്ലെ, ആ ഗ്യാസസ് ഒക്കെ തന്നെ ആയിരിക്കും. ബാക്കി ഗ്യാസസും എല്ലാവരും അല്ലെ. അതിപ്പോ ഞാൻ എന്റെ ചുറ്റുള്ള എയർ നോക്കിക്കഴിഞ്ഞാലും മക്കളല്ലേ, ഓരോരുത്തരും ഓരോ സ്ഥലത്തുള്ള ആളുകളാണ്. നിങ്ങളുടെ ചുറ്റുള്ള എയർ നോക്കിക്കഴിഞ്ഞാലും ഒക്കെ എന്താണ്? ഈ ആളുകളൊക്കെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? അതിലൊക്കെ അടങ്ങിയിരിക്കുന്നത്. സോ നമുക്ക് പറയാം എന്താണ്? എയർ എന്ന് പറയുന്നത് ഹോമോജീനസ് മിക്സ്ചർ ആണ്. അതുകൊണ്ടാണ് എനിക്ക് ഇവിടുന്ന് ബ്രീത്ത് ചെയ്യുമ്പോഴും ഓക്സിജൻ കിട്ടുന്നത്, നിങ്ങൾക്ക് അവിടുന്ന് ബ്രീത്ത് ചെയ്യുമ്പോഴും എന്ത് കിട്ടുന്നത്? ഓക്സിജൻ കിട്ടുന്നത്. ഓക്കെ, സിമ്പിൾ ആയിട്ട് അത് ഓർത്ത് വെച്ചാൽ മതി. റെഡി? അപ്പൊ നമ്മൾ കുറെ എന്ത് പഠിച്ചു? എക്സാമ്പിൾസ് പഠിച്ചു അല്ലെ. എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യമാണ്. സൊല്യൂട്ട് എന്താണ്, സോൾവെന്റ് എന്താണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് കുറച്ച് പ്രോപ്പർട്ടീസും കൂടെ നോക്കാം അല്ലെ. എന്താണ്? ഫസ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, സൊല്യൂഷൻ എന്താണ്? ഹോമോജീനസ് മിക്സ്ചർ ആണ്, യൂണിഫോം കോമ്പോസിഷൻ ആണ്. അതിനകത്ത് നമുക്ക് പാർട്ടിക്കിളിനെ കാണാൻ പറ്റുമോ? ഇപ്പൊ സോൾട്ട് സൊല്യൂഷൻ ആലോചിക്കുക. സോൾട്ട് സൊല്യൂഷനിൽ നമ്മൾ പാർട്ടിക്കിളിനെ കാണുന്നില്ല. ഷുഗർ സൊല്യൂഷൻ ആണെങ്കിൽ നമ്മൾ പാർട്ടിക്കിളിനെ കാണുന്നില്ല അല്ലെ. അത് എന്തുകൊണ്ടാണ് നമുക്ക് പാർട്ടിക്കിളിനെ കാണാൻ പറ്റാത്തത്? നമ്മുടെ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള പാർട്ടിക്കിളിന്റെ സൈസ് എത്രയോ എന്താണ്? സ്മോൾ ആണ്. നമ്മൾ പറയുക എന്താണ്? 1 നാനോമീറ്റർ. നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? വളരെ കുഞ്ഞാണ് അല്ലെ. അതിനേക്കാൾ സ്മോളർ ആണ് എന്ത്? ഒരു സൊല്യൂഷന്റെ അകത്തുള്ള പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഡയറക്റ്റ് അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. അത് മാത്രമല്ല ഈ സ്മോൾ സൈസ് ആയതുകൊണ്ട് തന്നെ നമ്മളിതാ എന്ത് ചെയ്യാണ്? ഒരു സൊല്യൂഷൻ അല്ലെ, ഈ ഒരു പിക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, ടെക്സ്റ്റിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മളൊരു ടോർച്ച് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ടോർച്ച് അടിച്ചു നോക്കുകയാണ് അല്ലെ. അങ്ങനെ ടോർച്ച് അടിച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും സൊല്യൂഷനിൽ കൂടെ നമുക്ക് എന്ത് കാണാൻ പറ്റില്ല? ലൈറ്റിന്റെ പാത്ത് വിസിബിൾ ആയിരിക്കില്ല. നമുക്ക് ഒരിക്കലും ലൈറ്റിന്റെ പാത്ത് ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? കാണാൻ പറ്റുന്നില്ല. കൊളോയിഡിലും സസ്പെൻഷനിലും നമുക്ക് കാണാൻ പറ്റും. അത് നമുക്ക് അത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറയാം അല്ലെ. പക്ഷെ ഇവിടെ നിങ്ങൾ ആലോചിക്കുക, സൊല്യൂഷന്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഈ ഒരു ലൈറ്റിന്റെ പാത്ത് അല്ലെ നമുക്ക് വിസിബിൾ ആവുന്നില്ല. അതിന്റെ കാരണം എന്താണ്? ലൈറ്റിന്റെ പാത്ത് വിസിബിൾ ആവണമെങ്കിൽ നമ്മളുടെ
ലൈറ്റ് എന്ത് ചെയ്യണം? സ്കാറ്റർ ചെയ്യണം. സ്കാറ്റർ ചെയ്യണമെങ്കിൽ ഇവിടെ എന്ത് വേണം? യെസ്, അത്രയും സൈസുള്ള പാർട്ടിക്കിൾസ് വേണം അല്ലേ? ആ പാർട്ടിക്കിൾസിൽ പോയിട്ട് തട്ടുമ്പോൾ മാത്രമേ ലൈറ്റ് എന്ത് ചെയ്യുന്നുള്ളൂ? സ്കാറ്റർ ചെയ്യുന്നുള്ളൂ. അങ്ങനെ സ്കാറ്റർ ചെയ്താൽ മാത്രമേ നമുക്കതിൻ്റെ ആ ഒരു പാത്ത് എന്ത് ചെയ്യുള്ളൂ? വിസിബിൾ ആവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒക്കെ പോയിന്റ് ഒന്ന് തന്നെയാണ്. സൊല്യൂഷൻ എന്ന് പറയുന്നതിൻ്റെ അകത്ത് നമ്മളുടെ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് അത്രയും സ്മോൾ സൈസാണ്. അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? യെസ്, നമുക്ക് സീനിലെ നമുക്ക് കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇത്രയും സ്മോൾ സൈസ് ആയതുകൊണ്ട് അത് എന്ത് ചെയ്യുന്നില്ല? അത് സ്കാറ്റർ, നമ്മുടെ ലൈറ്റിനെ എന്ത് ചെയ്യുന്നില്ല? സ്കാറ്റർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യില്ല? പാത്ത് ഓഫ് ലൈറ്റ് നമുക്ക് അതിനകത്ത് വിസിബിൾ ആവത്തില്ല. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള സൊല്യൂഷന്റെ അകത്തുനിന്ന് നമുക്ക് സൊല്യൂട്ടിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം എന്ന് വിചാരിക്കുക. ഒരിക്കലും അവിടെ നമുക്ക് ഫിൽട്രേഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. ഫിൽട്രേഷൻ യൂസ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം പാർട്ടിക്കിളിന്റെ സൈസിലൊക്കെ ഡിഫറൻസ് വേണം അല്ലേ? അപ്പോൾ ഒരു സൊല്യൂഷന്റെ അകത്ത് പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുന്നത് അത്രയും എന്താണ്? സ്മോൾ ആയിരിക്കും. പാർട്ടിക്കിൾസ് ഒക്കെ കംപ്ലീറ്റ്ലി ഡിസോൾവ്ഡ് ആയിട്ടുണ്ടാവും, ഫൈൻ ആയിരിക്കും അല്ലെ? അത്രയും സ്മോൾ സൈസ് ആയിരിക്കും. അതിനെ നമുക്ക് ഒരിക്കലും ഫിൽട്രേഷൻ വഴി എന്ത് ചെയ്തെടുക്കാൻ പറ്റില്ല? ഈ പറയുന്ന പോലെ സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇത് മാത്രമല്ല, ചുമ്മാ ഇങ്ങനെ വെച്ചിരുന്ന് കഴിഞ്ഞാൽ നമ്മളൊന്നും ഡിസ്റ്റർബ് ഒന്നും ചെയ്യാതെ ഇങ്ങനെ വെച്ചിരുന്നാൽ പോലും അതിനകത്തുള്ള പാർട്ടിക്കിൾസ് എന്ത് ചെയ്യത്തില്ല? സെറ്റിൽ ഡൗൺ ചെയ്യത്തില്ല അല്ലെ? ഡു നോട്ട് സെറ്റിൽ ഡൗൺ. ഒരിക്കലും അത് എന്ത് ചെയ്യില്ല? സെറ്റിൽ ഡൗൺ ചെയ്യത്തില്ല. നിങ്ങൾ തന്നെ ഇപ്പോൾ സോൾട്ട് സൊല്യൂഷനോ ഷുഗർ സൊല്യൂഷനോ ഇങ്ങനെ എന്ത് ചെയ്യാണ്? കുറേ നേരം വെച്ചുകൊണ്ടിരുന്നാൽ പോലും അതിനകത്തുള്ള ഷുഗർ പാർട്ടിക്കിളും സോൾട്ട് പാർട്ടിക്കിളും ഒന്നും എന്ത് ചെയ്യത്തില്ല? സെറ്റിൽ ഡൗൺ ചെയ്യത്തില്ല. സോ നമുക്ക് പറയാം, ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? സ്റ്റേബിൾ ആയിരിക്കും. ഒരു സൊല്യൂഷൻ എപ്പോഴും സ്റ്റേബിൾ ആയിരിക്കും. അപ്പൊ സൊല്യൂഷന്റെ കുറെ പ്രോപ്പർട്ടീസും കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. സൊല്യൂട്ടിനെയും സോൾവെന്റിനെയും നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നമ്മളുടെ സോഡ വാട്ടറിലുള്ള സൊല്യൂട്ട് ഏതാണെന്നുള്ളത് ഉടനെ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. ഇനി നമുക്ക് കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.